ഇയാൾ വക്കീലാണോ അല്ലെങ്കിൽ ഇയാൾ എന്നെ സഹായിക്കാൻ പറ്റുന്ന അത്രയും കഴിവുള്ള ഒരാളാണോ എന്ന് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എന്താണ് അങ്ങനെ ആ ഒരു തട്ടിപ്പിൽ പെട്ടുപോകാതിരിക്കാൻ അവർക്ക് നൽകാനുള്ളൊരു അഡ്വൈസ് എന്താണ്? ഈ രാജ്യത്ത് ഇപ്പോൾ യു എ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ വക്കീലല്ലാതെ തന്നെ, വക്കീലെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ നിന്നും ആ വക്കീൽ മജീഷ്യൻ എന്ന ഒരു സങ്കല്പം നമ്മൾ മാറ്റണം. ഒരു ലോയർ ഒരിക്കലും ഒരു മജീഷ്യൻ അല്ല, മറിച്ച് നിങ്ങളുടെ പ്രശ്നം പൂർണ്ണമായി കേട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പകരക്കാരനായി ആ നിയമവ്യവസ്ഥയെ, നിലവിലുള്ള നിയമവ്യവസ്ഥയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാനും പരിശ്രമിക്കാനുമുള്ള ഒരു വ്യക്തി മാത്രമാണ് ഒരു വക്കീൽ. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് വക്കീലുമാരല്ലാത്ത ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പണം വാങ്ങിക്കുന്നുണ്ട്. ഇന്നലെ കൂടി അങ്ങനെ ഒരു മാറ്റർ വന്നിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. ആരാധനാലയത്തിൽ ഒരു ദിവസം എന്നും കാണുന്ന ആളാണ്. അവരാണ് 50,000 60,000 ദിർഹം വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേ മാറ്റർ എൻ്റെ അടുത്ത് ഒരു 3 മാസം മുമ്പ് വന്നതാണ്. ഞാൻ അവരുടെ അടുത്ത് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു, ഇതിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പറ്റില്ല. നിങ്ങൾ പെർമനൻറ്റ് സൊല്യൂഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയി സംസാരിക്കണം, പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് നടത്തണം. അതാണ് പെർമനൻ്റ് സൊല്യൂഷൻ. അല്ല എങ്കിൽ നമുക്കൊരു റിവ്യൂ പെറ്റീഷൻ ചെയ്യാം. പക്ഷേ അവിടെ പല രേഖകളും അതിന് തടസ്സമായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഇതാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ തന്നെ മറ്റൊരാളുടെ അടുത്ത് പോയപ്പോൾ അവർക്ക് ഓഫർ നൽകിയിരിക്കുകയാണ്, 30% അടച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇതിൽ നിന്നും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് പല ഘട്ടങ്ങളിലായിട്ട് പണം വാങ്ങിച്ചു. ഇപ്പോൾ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. സാധാരണ അഡ്വക്കേറ്റുമാർ അങ്ങനെ വാങ്ങിക്കില്ല എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഒരു പണം വാങ്ങിക്കും, അവരുടെ റീസണബിൾ ആയിട്ടുള്ള ഫീസ് വാങ്ങിക്കും. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരാൾ ലോയറാണോ അല്ലേന്ന് തിരിച്ചറിയാനുള്ള മാർഗ്ഗമുണ്ട്. ഇവിടെ അത് തിരിച്ചറിയാൻ നിങ്ങൾ ഒരു അഡ്രസ്സുള്ള ആളെ സമീപിക്കുക. കാരണം ഒരാൾ ലോയറാണെന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത് എമിറേറ്റ്സ് ഐ ഡി ചോദിക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും എന്തൊക്കെ മാർഗ്ഗങ്ങൾ, സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങൾ, നിങ്ങളൊരു ഓഫീസിൽ പോവുക, എന്നിട്ട് ഇടപാടുകൾ നടത്തുക. അല്ലെങ്കിൽ ഒരാൾ ലോയറാണെന്ന് അറിയാൻ അവരുടെ ഓഫീസിൽ പോയിട്ടോ വെബ്സൈറ്റ് പരിശോധിച്ചിട്ടോ ഒക്കെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്, ഏതെങ്കിലും നല്ല ഒരു റെഫറൻസിൽ പോവുക. മാത്രമല്ല അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ തട്ടിപ്പുകാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഓഫീസിലേക്ക് വിളിക്കില്ല, അവർ പുറത്തു വച്ചിട്ട് മീറ്റിംഗ് നടത്തും. അമിതമായ ഓഫർ ആര് നൽകുന്നുവോ അവിടുത്തെ ലോജിക്ക്, അവിടുത്തെ സാധ്യത മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാം.